ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യദിനമാണല്ലോ. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഞാൻ നിങ്ങൾക്കൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുതരാം. അഷ്ഫാഖുള്ള ഖാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഒരു സംഭവം വിവരിക്കാം. 1925 ഓഗസ്റ്റ് 9 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അന്ന് ഇന്ത്യയിലെ വിപ്ലവകാരികൾ നടത്തിയ ഒരു സമരമുണ്ടായിരുന്നു. ആ സമരത്തെ കാക്കോറി സമരം എന്നാണ് പറയുന്നത്. തങ്ങളുടെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്നതിനായി 1925 ഓഗസ്റ്റ് 9 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ട്രഷറി പണം കൊണ്ടുപോവുകയായിരുന്ന ട്രെയിൻ തടഞ്ഞു നിർത്തി പണം പിടിച്ചെടുത്ത ഒരു സംഭവത്തിൽ കുറച്ചാളുകളെ അന്ന് ബ്രിട്ടീഷ് പോലീസ് പിടികൂടുകയാണ്. ആ കൂട്ടത്തിൽ അഷ്ഫാഖുള്ള ഖാനും രാംപ്രസാദ് ബിസ്മിലും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കേസിന്റെ വിചാരണ വേളയിൽ ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ അഷ്ഫാഖുള്ള ഖാന്റെ ചെവിയിൽ ചെന്ന് സ്വകാര്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. താങ്കളൊരു മുസ്ലിമല്ലേ? എന്തിനാണ് ഹിന്ദുക്കളൊക്കെ നയിക്കുന്ന ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ജീവൻ കളയുന്നത്? അവർ നിങ്ങളെ കരുവാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുമാത്രമല്ല, സഹപ്രവർത്തകരായ ബിസ്മിലിനും മറ്റു ഹിന്ദു വിപ്ലവകാരികൾക്കുമെതിരെ മൊഴി നൽകി മാപ്പുസാക്ഷിയായി കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാമെന്നും അതിൻ്റെ ഭാഗമായി വലിയൊരു തുക വാഗ്ദാനം ചെയ്യാമെന്നും ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാംപ്രസാദ് ബിസ്മിൽ എൻ്റെ സഹോദരനാണ്. ഒരു മുസ്ലിമിന് തൻ്റെ രാജ്യത്തോടും കൂടെയുള്ള സഹോദരങ്ങളോടും വഞ്ചന കാണിക്കാൻ ഒരിക്കലും കഴിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. തൻ്റെ കൂട്ടാളികളെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന അദ്ദേഹത്തെ അവസാനം ആ കേസിൽ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 1927 ഡിസംബർ 19 ഫൈസാബാദ് ജയിലിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുകയാണ്. ജയിലറയ്ക്കുള്ളിൽ കിടന്നുപോലും വിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനകത്ത് കിടന്ന് അദ്ദേഹം നോമ്പ് പിടിക്കുമായിരുന്നു. വധശിക്ഷ കാത്തു കിടക്കുമ്പോഴും അദ്ദേഹം പതിവായി ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ത്യയുടെ മതേതരത്വത്തിനും വിപ്ലവ വീരത്തിനും നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് അഷ്ഫാഖുള്ള ഖാന്റെ ഈ നിലപാട്. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണെന്നറിയാമോ? വെറും 27 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിൻ്റെ സമാനതകളില്ലാത്ത മാതൃകയാണ് അഷ്ഫാഖുള്ള ഖാനും രാംപ്രസാദ് ബിസ്മിലും തമ്മിലുണ്ടായിരുന്ന ബന്ധം. അവർ തമ്മിലുള്ള അഗാധമായ സൗഹൃദം മതേതരത്വത്തിൻ്റെയും ഒത്തൊരുമയുടെയും വലിയൊരു മാതൃകയായിരുന്നു. നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രമുഖനായ ഒരു വിപ്ലവകാരിയും കവിയുമായിരുന്നു അഷ്ഫാഖുള്ള ഖാൻ. മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിനായി ചെറുപ്പകാലത്ത് തന്നെ ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനി. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഭഗത് സിംഗ്, രാംപ്രസാദ് ബിസ്മിൽ തുടങ്ങിയവർക്കൊപ്പം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, അതായത് HRA എന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. നോക്കിയതുപോലെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച എണ്ണിയാൽ തീരാത്ത നിരവധി മുസ്ലിമീങ്ങളായ രക്തസാക്ഷികൾ കടന്നുപോയ മണ്ണാണിത്. അവരുടെ പേരുകളും അവരുടെ പോരാട്ട വീര്യങ്ങളും നിങ്ങൾ ചരിത്രത്താളുകളിൽ നിന്നും മായ്ക്കാൻ ശ്രമിച്ചാലും ആ ധീരദേശാഭിമാനികളുടെ ചരിത്രങ്ങൾ വരും തലമുറ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആരെയാണ് നീയൊക്കെ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്? ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച പൂർവികരായ മുസ്ലിമീങ്ങളുടെ പിന്തലമുറക്കാരായ ഇവിടുത്തെ മുസ്ലിമീങ്ങളെയോ? മുസ്ലിമീങ്ങളെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരേണ്ടതില്ല. ഈ രാജ്യത്തിൻ്റെ രഹസ്യവിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ നിരവധി ആളുകളെയാണ് എന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പിടികൂടിയത്. അതിൽ RSS അനുകൂലികളും BJP നേതാക്കളടക്കമുണ്ട്. അവന്മാർക്ക് ആദ്യം രാജ്യസ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നോക്കി, രാജ്യത്തിന് വേണ്ടി ദ്രോഹം ചെയ്യുന്ന, അത് ഏതു മതത്തിൽപ്പെട്ടവനായിരുന്നാലും ശരി, അവന്മാരെല്ലാവരും രാജ്യദ്രോഹികൾ തന്നെയാണ്. അത് ഒരു മതവിഭാഗത്തിൻ്റെ മേൽ മാത്രം ചാപ്പകുത്തേണ്ടതില്ല. മുസൽമാൻ്റെയും ഹൈന്ദവൻ്റെയും ക്രൈസ്തവൻ്റെയും എല്ലാവരുടെയും ചോരയിലും വിയർപ്പിലും പടുത്തുയർത്തപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ രാജ്യത്ത് അസൗഹാർദ്ദവും സ്നേഹവും എന്നും നിലനിൽക്കും. അതിനെ തകർക്കാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല.